നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ICICI ഡയറക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ബ്രോക്കറേജ് റഡാറിൽ ഒരു റിയലിറ്റി സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത്. സ്റ്റോക്കിന് നിലവിലെ വിലയിൽ നിന്നും 53% മുന്നേറ്റമാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞു വരുന്നത് നിലവിൽ 760 രൂപ നിരക്കിൽ തുടരുന്ന ബ്രിഗേഡ് എന്റർപ്രൈസ് ഓഹരികളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ബ്രിഗേഡ് 2026 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ 25.2 ബില്യണിന്റെ സെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാദത്തിൽ 4 മില്യൺ ചതുരശ്ര അടി വിസ്തൃതിയുള്ള പുതിയ പദ്ധതികൾ ആരംഭിച്ചതിനെ തുടർന്ന് മുൻ വർഷത്തെ അപേക്ഷിച്ച് 3% വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ 2026 സാമ്പത്തിക വർഷത്തിൽ മൊത്തത്തിൽ 74 ബില്യൺ രൂപ ബുക്കിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. മുൻ വർഷത്തേക്കാൾ 5% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ചെന്നൈയിലെ പദ്ധതികൾക്ക് അനുമതി നൽകാൻ വൈകിയതാണ് ഇതിന് പ്രധാന കാരണം. 2027 സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലായി ഏകദേശം 120 ബില്യൺ വിപണി മൂല്യമുള്ള 11.6 മില്യൺ ചതുരശ്ര അടി റെസിഡൻഷ്യൽ പദ്ധതികൾ ആരംഭിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. കമ്പനിയുടെ അഭിപ്രായത്തിൽ അനുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലില്ല. പദ്ധതികൾ വിപണിയിൽ എത്തിക്കുന്നതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന കമ്പനി 2027 സാമ്പത്തിക വർഷത്തിൽ 90 ബില്യൺ രൂപയുടെ സെയിൽസ് ബുക്കിംഗ് ലക്ഷ്യമിടുന്നുണ്ട്. ഇത് 20% വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ വരാനിരിക്കുന്ന പദ്ധതികൾ കണക്കിലെടുത്ത് 2027-28 സാമ്പത്തിക വർഷങ്ങളിൽ യഥാക്രമം 96, 113 ബില്യൺ രൂപയുടെ സെയിൽസ് ബുക്കിംഗ് ലഭിക്കുമെന്ന് ICICI ഡയറക്ടർ കണക്കാക്കുന്നുണ്ട്. തങ്ങളുടെ വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായി തെക്കേ ഇന്ത്യയിലുടനീളം 1700 മുറികളുള്ള 9 പുതിയ ഹോട്ടലുകൾ വികസിപ്പിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. 2025 മുതൽ 30 സാമ്പത്തിക വർഷത്തിൽ ഇതിനായി ഏകദേശം 36 ബില്യൺ രൂപയുടെ മൂലധന ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ വാടക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഇതേ കാലയളവിൽ ഏകദേശം 10 മില്യൺ ചതുരശ്ര അടി സ്ഥിര വരുമാനമുള്ള ആസ്തികൾ നിർമ്മിക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. ഇത് 2026-30 കാലയളവിൽ ഏകദേശം 60 ബില്യൺ അധിക മൂലധന ചെലവിന് കാരണമായേക്കാം. അടുത്ത ഭാവിയിൽ ബംഗളൂരുവിൽ വേൾഡ് ട്രേഡ് സെന്റർ ഓഫീസിൽ നിന്ന് ആമസോൺ ഒഴിഞ്ഞതിനെ തുടർന്ന് ഒഴിവ് വന്ന 0.37 മില്യൺ ചതുരശ്ര അടി ഓഫീസ് ഇടം 6 മാസത്തിനുള്ളിൽ തന്നെ വാടകയ്ക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെസിഡൻഷ്യൽ മേഖല പ്രധാനമായും സ്വയംഭരണാധികാരമുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വഴി മുന്നോട്ട് പോകുമ്പോൾ പുതിയ സ്ഥിരവരുമാന ആസ്തികൾക്കായുള്ള അധിക ചെലവുകൾ കണ്ടെത്താൻ കടമെടുപ്പും നിലവിലെ സ്ഥിരവരുമാനത്തിൽ നിന്നുള്ള ലാഭവും സഹായിച്ചേക്കാം. ഫണ്ടുകളിലെ മാറ്റങ്ങൾ കണക്കിലെടുത്ത് പുതുക്കിയ ലക്ഷ്യവില 1179 രൂപ ആയി നിശ്ചയിച്ചുകൊണ്ട് ബ്രോക്കറേജ് ബ്രിഗേഡിന്റെ ബൈ റേറ്റിംഗ് നിലനിർത്തുന്നുണ്ട്. മുൻപ് 1074 രൂപയായിരുന്നു ടാർഗറ്റ് പ്രൈസ് നൽകിയിരുന്നത്. വിവിധ മേഖലകളിലെ വളർച്ചാ സാധ്യതകൾ പരിഗണിച്ച് കമ്പനിയുടെ ഒരു ഓഹരിയുടെ ആസ്തി മൂല്യമായി 907 രൂപയ്ക്ക് മുകളിൽ 30% പ്രീമിയം നൽകിയാണ് ഈ മൂല്യം നിശ്ചയിച്ചിരിക്കുന്നത്. കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും വരും വർഷങ്ങളിൽ ശക്തമായ വളർച്ചയാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ 50,742 ദശലക്ഷമായിരുന്ന മൊത്തം വരുമാനം 2028ഓടെ 88,950 ദശലക്ഷമായി ഉയരുമെന്ന് കണക്കാക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രവർത്തന ലാഭമായ EBITDA 2026 14,273 ദശലക്ഷം രൂപയിൽ നിന്ന് 2028 27,069 ദശലക്ഷം രൂപയായി വർദ്ധിക്കുമെന്നും ലാഭക്ഷമത സൂചിപ്പിക്കുന്ന EBITDA മാർജിൻ ഏകദേശം 30.4% എത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അറ്റാദായത്തിൽ അഥവാ നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യത്തിലും വലിയ പുരോഗതിയാണ് കണക്കാക്കുന്നത്. 2026 6,443 ദശലക്ഷം രൂപയായിരുന്ന ലാഭം 2028 14,802 ദശലക്ഷം രൂപയായിട്ട് ഇരട്ടിയിലധികം വർദ്ധിക്കുമെന്നും കണക്കാക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് EPS 26 രൂപയിൽ നിന്നും 60 രൂപയിലേക്ക് ഉയരുമെന്നും കണക്കാക്കുന്നു. നിക്ഷേപത്തിന്റെ ആദായം സൂചിപ്പിക്കുന്ന ROC, ROE എന്നിവ യഥാക്രമം 17.4%, 17.3% എന്നിങ്ങനെ മികച്ച നിലവാരത്തിലേക്ക് എത്തുമെന്നും കമ്പനി കരുത്തുറ്റ സാമ്പത്തിക ഭാവിയാണ് വിരൽ ചൂണ്ടുന്നതെന്നും ബ്രോക്കറേജ് പറയുന്നുണ്ട്. ICICI ഡയറക്ട് പ്രോഫിറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റിലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലും പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻസ് കൂടെ മനസ്സിലാക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ കമ്പനിയുടെ അറ്റാദായം 2026 സാമ്പത്തിക വർഷത്തിലെ 6,443 ദശലക്ഷത്തിൽ നിന്നും 14,802 ദശലക്ഷമായി ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2028 വിൽപ്പനാ വരുമാനം 88,950 ദശലക്ഷം രൂപയിലേക്ക് എത്തുമ്പോൾ കമ്പനിയുടെ നികുതിക്ക് മുൻപുള്ള ലാഭം 19,605 ദശലക്ഷമായി ഉയർന്നേക്കാം. പലിശ ഇനത്തിലുള്ള ചെലവുകൾ 2028ഓടെ 6,355 ദശലക്ഷമായി വർദ്ധിക്കുമെന്നും കണക്കാക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള എസ്റ്റിമേഷൻ കൂടെ നോക്കാം. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണമൊഴുക്ക് 2026 4,566 ദശലക്ഷം രൂപയിൽ നിന്ന് 2028 18,528 ദശലക്ഷമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള മൂലധന നിക്ഷേപങ്ങൾ നടത്തുന്നതിനാൽ ഫ്രീ ക്യാഷ് ഫ്ലോ നെഗറ്റീവായി തുടരാനാണ് സാധ്യത. പദ്ധതികൾക്കായി കമ്പനി അധികമായി കടമെടുക്കുന്നത് മൂലം ധനകാര്യ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണമൊഴുക്ക്
സജീവമായിരിക്കും. 2028 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കമ്പനിയുടെ പക്കൽ 34,762 ദശലക്ഷം രൂപയുടെ പണശേഖരം ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലോങ് ടേമിൽ ഓഹരിക്ക് ഈ ലെവൽ എത്താൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക.